അതിന് ശേഷം പിന്നെ കൂടുതലൊന്നും കാണുന്നില്ല അല്ലേ? റോഡിൽ ഇറങ്ങിയിട്ടില്ല. നമ്മളിങ്ങനെ പോയി നോക്കുമ്പോഴേ ഏതോ വണ്ടി ഓണടിച്ച് വരുന്നുണ്ട്. ഇവിടെയൊക്കെ തേക്കുകൾ, ഇത് ഫോറസ്റ്റ്. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ഉണ്ട് കാടാണ്. ഇതിനും കൊടും കാടാണ് ഈ കാണാൻ പോണ കാഴ്ച. പിന്നെയാണ് കാട്. പിന്നെയാണ് കാട്. സത്യമംഗലം കാടുണ്ട്. വീരപ്പൻ കാട്. വീരപ്പൻ കാട് അത് പൊളിക്കും. ആന 30 സ്പീഡ് പോകാനാണ്. അത് നമ്മോട് 30 സ്പീഡോ? അതെ, 30 സ്പീഡ് കിട്ടിയാൽ മതി. അപ്പൊ ഇനി ആനുള്ള എന്താണെന്നാണ് അവിടെ സ്റ്റിക്കർമ കാണിക്കണല്ലേ? സ്റ്റിക്കർ എന്ന് പറഞ്ഞാണ്ട് പറ്റ തരം തയ്ക്കാൻ പാടില്ല. ഇനി കാട്ടുപോത്തുണ്ടാകും. ഇപ്പൊ ആനന്റെ ഫോട്ടോ കണ്ടെടുത്ത് നമ്മൾ ആനനെ കണ്ടില്ല. ഇനി കാട്ടുപോത്തിന്റെ ആണ് ഇപ്പൊ കണ്ടെങ്കിൽ നമുക്ക് കാട്ടുപോത്ത് കാണുമോ നോക്കട്ടോ. ഒക്കെ നമ്മള് ഫോട്ടോത്തില് മാത്രമേ കാണും. അതെ, ഇപ്പൊ ഫോട്ടോത്തിലേ കണ്ടിട്ടുള്ളൂ. മാനിന്റെ ഫോട്ടോയിലെടുത്ത് നമ്മള് മാനിനെ കണ്ടു. അത് കണ്ടില്ലേ? അതെ, ആനന്റെ ഫോട്ടോയിലെടുത്ത് ആന്റെ ഫോട്ടോ കണ്ടു. ആന്റെ ഫോട്ടോ കണ്ടിട്ടുള്ളൂ, ആനെ കണ്ടില്ല. പക്ഷെ മാന്റെ ഫോട്ടോയിലെടുത്ത് മാനിനെ കണ്ടില്ലേ? കണ്ടു. ഇനിയിപ്പോ കാട്ടുപോത്തിന്റെ ഫോട്ടോ കണ്ടു. അതിനെ കാണോ നോക്കാം നമുക്ക്. മാന്റെ കൂട്ടം വീണ്ടും. അപ്പൊ നമ്മള് കാട്ടുപോത്തിന്റെ കൂട്ടാണ് എടുത്ത് മാൻകൂട്ടാണ് കണ്ടേട്ടോ. അവിടെ ആനുണ്ടാണ്ട്. അപ്പൊ നമ്മള് മാൻകൂട്ടാണ് കണ്ടത്. കാരണം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നിർത്തണില്ല, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ്. നിർത്താൻ പറ്റില്ല അല്ലേ? അങ്ങനെയുണ്ടോ? ബുദ്ധിമുട്ടാണ്. അതെ, മമ്നുവാണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് നിർത്തണില്ല. കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല കേട്ടോ. അത് ആക്രമിച്ചു കഴിഞ്ഞാൽ കാട്ടുപോത്ത് നമ്മള് ഈ റോഡ് സൈഡിൽ ഉണ്ടാവില്ല എന്നുള്ള ഈ ഭാഗത്ത് ഉണ്ടാവുന്ന കാര്യം പോകും മനസ്സിലാക്കണ്ട. ഓരോ ഏരിയകളിൽ കൂടുതൽ കാണപ്പെടുന്നു. അവിടെ ആനപ്പന്തിയാണത്. ആനുണ്ട്, ആനപ്പന്തിയാന്ന് പറഞ്ഞ അവിടെ ആനുണ്ട്. മൂടാണ് കാണുന്നത്. നമ്മളൊരു തീക്കട ഇറങ്ങൂല കൂട്ടിയെ മയില് ചെറിയ മയില്, ചെറിയൊരു പീലികളില്ലാത്ത മയിലാണ്. അതെ, മയിലിനെ നമ്മള് കണ്ടു. അതിന്റെ പീലില്ല ഒന്നുമില്ല. അവിടെ ആകെ മയിലാള് കാണുന്നുണ്ട്. നിങ്ങള് കാണുന്നുണ്ടോ അറിയില്ല. കാട്ടാൻ അവിടെ ആകണു. കാട്ടാൻ അത് കാട്ടാനാണ് വീട്ടിൽ. കാട്ടാനൊന്നുമില്ല. എന്താ വീട്ടിൽ അങ്ങനെ പറയാൻ കാരണം? അയാളത്തെ നോക്കി നിൽക്കണം. പിന്നെ അവിടെ ആ റോഡ് സൈഡില് അയാള് വളർത്തണ കാലം അയാള് വളർത്തണ. അപ്പൊ വളർത്തണ ഇവിടെ ആകെ ആനനെ കണ്ടോണ്ട് ഇത് നിക്ക് ക്യാമറ കാണണ്ടറിയില്ല. നമ്മള് കാണുന്നുണ്ട്. ഇവിടെ ആനന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ആനക്കൂടാണ്. ആനക്കൂടാണ് അവിടെ ആനക്കൂട്. അവിടെ ആന കൂടുണ്ട്. ആനക്ക് കൂട് കുങ്കിയാനകളെ മയില്. ഇത് ആനനെ പിടിച്ചാണ്ട് ഇത് മെരുക്കിയെടുക്കുന്ന സ്ഥലമാണോ ഉണ്ട് അല്ലേ? അറിയില്ല. അനക്കാരോട് പറഞ്ഞാ ഇവിടെ ഉണ്ട് കുങ്കിയാനകളുടെ സ്ഥലമാണ്. കുങ്കിയാനകൾ ഉദ്ദേശിക്കുന്നത് ഏട്ടഞ്ഞാമനെ പൂക്കോ? കുങ്കിയാനകൾ പറഞ്ഞാൽ ഈ മറ്റേ ആനകൾ പിടിക്കണ ഡേഞ്ചറുള്ള കടുവകളൊക്കെ കീഴ്പ്പെടുത്താൻ കൊണ്ടുപോകില്ലേ? കുട്ടിയല്ലേ? മയിലും ഉണ്ട്. ആന മയിൽ ഒട്ടകം. അതില് ആനല്ല, ഒട്ടകോ ഇല്ല. പിന്നത്തെ മയിലും മാനും ഉണ്ട്. കുത്തൂടുണ്ട്. നമ്മളെ ആടും കുട്ടികൾ കുത്തൂടുന്ന ഇങ്ങനെ കുത്തൂടുണ്ട്. മോർണിംഗത്തെ സമയം ഇപ്പോ 7:55. ഒച്ച ഇങ്ങോട്ട് കേൾക്കണ്ടല്ലേ? ഇതിന്റെ ഇതുകൊണ്ടാണ് നമ്മള് കത്തിന്റെ പൊടിയൊക്കെ ഉണ്ടാക്കണേ അല്ലേ? നമ്മളല്ല, അതിനുണ്ടാക്കലുണ്ടാവും. പൊട്ടടാ, അതിനൊരു കഷ്ടപ്പ് കിട്ടും. അങ്ങനെ കുടുങ്ങിയ ബ്ലോക്കായി നിൽക്കും. ഓരോന്ന് രാവിലത്തെ ഒരു ഇതാണ്. നല്ല വൃത്തിയാണ്. ഒരു മയിലുണ്ട് കേട്ടോ അവിടെ ഒറ്റപ്പെട്ട് കണ്ട് നിൽക്കണം. വണ്ടിക്കാർ ഓണടിക്കും. ഓർക്കത് പറ്റൂല. എന്താ കാഴ്ച! മോർണിംഗ് വൈബ് കാഴ്ച അല്ലേ? ഇനി എന്താണ് കാക്കച്ചിയോ? അതില് പോകാൻ പറ്റുമല്ലോ. മയിലുണ്ട്. നമുക്കൊരു മയിലിനെ കാണാം. ഒരു സിംഗിൾ മയില്. രാവിലെ എന്താണ് ഒറ്റക്ക് ഇങ്ങനെ സൗന്ദര്യപ്പിണക്കിന് ഇറങ്ങിയാണോ? നല്ലൊരു മയില്.
ബ്യൂട്ടിഫുൾ മയിലേ പോവാണ്. മാൻകൂട്ടം കാണാണ്ട് കേട്ടോ അവിടുത്തെ. ഓ 1ഉം 2ഉം അല്ല ഏറ്റവും തൊള്ള തുറന്നാട്ടോ. KSRTC പോകാണ്ട് എല്ലാത്തിനും ആട്ടണ്. ഞാൻ വല്ല ഉണ്ടാകാതെ വരില്ലേ. രോമുള്ള മാതിരിയല്ല ചെറിയ തുങ്ങല്. കലമാനാണ്. ഇത് മരത്തിന്റെ ഒരു കൊമ്പ് മാതിരി തന്നെ അല്ലേ? ഫൈറ്റ് ചെയ്യുന്ന അതൊക്കെ വലിയൊരു ഇതിന് കൊമ്പ്. എന്തൊരു മൃഗത്തിന്റെ സൗണ്ട് കേൾക്കണോ, വേട്ടയാടുണ്ട് കേട്ടോ. അതെ അത് അങ്ങനെ അന്തം വിട്ട് നിന്ന് കഴിഞ്ഞാ അങ്ങോട്ട് പോരെ, കൂട്ടത്തിൽ പോയിക്കോ. അത് നോക്കിക്കുന്നുട്ടോ എന്തോ അതെ ഒരു അറ്റാക്കിങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അവിടെ. എന്നാലും മനസ്സമാധാനം പോയിക്കോളൂ. ഒന്നും തിന്ന പിന്നെയും തലാത്ത പിന്നെയും പൊന്തിച്ച